അക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റ് ജോലി സെക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു നല്ല ഒരു ജോലി കിട്ടുക, ഗവൺമെന്റ് അല്ലെങ്കിൽ പോലും എല്ലായിടത്തും ഇപ്പോൾ ജോലി കിട്ടുക, കുറച്ചും കൂടെ സെക്യൂർ ചെയ്യുക, അതിലുപരി ഒരു സംരംഭയാകണം എന്നുള്ളൊരു തോന്നൽ വന്നത് എപ്പോഴാണ്? ആവണം എന്നൊരു തോന്നൽ എനിക്ക് എന്താ പറയാ, മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എൻട്രൻസ് കോച്ചിങ് ചെയ്തു, നീറ്റ് MBBS എന്ന ലക്ഷ്യത്തോടെ യാദൃശ്ചികമായിട്ടാണ് ഈ കോഴ്സ് എടുക്കുന്നത്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം 64 പേപ്പറോളം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു മീൻകാരി എന്നുള്ള വിളിയുണ്ടെന്ന്. പക്ഷേ അതിലും കൂടുതൽ ആൾക്കാർ ഇപ്പം ഫിഷറീസ് അല്ലേ പഠിക്കുന്നത്, മകളെ എനിക്കിങ്ങനെ ഒരു കുളമുണ്ട്, അതിൽ എനിക്ക് മീൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏത് മീനാണ് ഇടുന്നത്, അത് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദ്യം ചോദിച്ച് വരുമ്പോൾ അപ്പോൾ അവർക്കൊരു ഉത്തരം നമ്മൾ പഠിക്കുന്നതാണല്ലോ. അപ്പോൾ അതും പ്രതീക്ഷിച്ച് നമ്മൾ കർഷകരായാലും റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ ഓരോ സംശയങ്ങൾ, ഇപ്പം അക്വേറിയത്തിൽ മീനിന് ഇങ്ങനെ ചെറിയ പ്രോബ്ലം ഉണ്ട്, എന്താ ചെയ്യേണ്ടത്, അതായത് ആസ് എ കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഒരു മീനിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഫിഷറീസ് റിലേറ്റഡ് അക്വാകൾച്ചർ റിലേറ്റഡ് ഒരു പ്രശ്നം വരുമ്പോൾ അവർ നമ്മളെ ഓർത്ത് നമ്മളെ വിളിക്കുമ്പോൾ അവർക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ രീതിയിലായിരുന്നു ഞാൻ ആദ്യം തുടങ്ങിയത്. അപ്പം അതിനായിട്ടുള്ള പരിശ്രമം ഞാൻ തുടങ്ങി. അപ്പം അത് ചെയ്താണ് എനിക്ക് ഇങ്ങനെ ഒരു സാധ്യത നമ്മുടെ ഫീൽഡിൽ, നമ്മൾക്കിപ്പോൾ ഒരു കർഷകന് ഒരു സാധനം അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാന്നുള്ളൊരു രീതിയിൽ നമുക്ക് ഈ കോഴ്സ് അല്ലെങ്കിൽ ഇത് പഠിച്ചതിലൂടെ നമുക്ക് അങ്ങനെ ഒരു പ്രയോജനപ്പെടുത്താന്നുള്ളൊരു ആശയം വന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു അക്വാകൾച്ചർ കൺസൾട്ടന്റ് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ എന്നുള്ളൊരു ഫീൽഡിലേക്കാണ് എത്തിയത്. പിന്നെ കുറേ 400ഓളം കേരളത്തിൽ തന്നെ നമ്മൾ ഏകദേശം എല്ലാ ജില്ലയും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കൺസൾട്ടേഷൻ്റെ രീതിക്ക്. നമ്മൾ അവിടെ പോകുന്ന ഒരു കർഷകര് എല്ലാ ജില്ലയും. അപ്പൊ അവിടെ മാന്യമായിട്ടുള്ള രീതിയിലാണ് എല്ലാവരും പെരുമാറുന്നത്. പിന്നെയാണ് നമ്മൾ കൺസൾട്ടേഷൻ എന്നതിലുപരി നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവ്. ബുക്കിൽ വായിക്കുന്നതും പഠിക്കുന്നതിൽ അപ്പുറം ആയിരിക്കും നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നമ്മുടെ ഫാമിൽ തന്നെ നമ്മളായിട്ടൊരു R&D ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഫാംസ് തന്നെ, അതിപ്പോൾ സെമി RAS, മനാമിൻ്റെ സെമി RAS ആണേലും കൂട് കൃഷിയിലാണേലും പിന്നെ നമ്മൾ കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ട് സ്വന്തമായിട്ടൊരു കൂട് കൃഷി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു. അപ്പം അതിൽ നിന്ന് ഇപ്പം അധിക വരുമാനം, ഇപ്പോൾ കൂട് കൃഷി നമ്മൾ ചെയ്യുമ്പോൾ അത് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടിയാലും 8 മാസം കൊണ്ടാണ് മിനിമം. നമ്മൾ കൂട് കൃഷിയിൽ ഏറ്റവും അഡാപ്റ്റബിൾ സ്പീഷീസ് കരിമീൻ തന്നെയാണ്, അല്ലെങ്കിൽ കാളാഞ്ചി. അപ്പം അത് മിനിമം 8 മാസം അല്ലെങ്കിൽ 1 കൊല്ലം നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തി കാത്തു നിന്നാലാണ് ഒരു പ്രോഫിറ്റിലേക്ക് എത്തുക. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആശയത്തിലാണ് മഡ് ക്രാബ് ഫാറ്റനിങ് എന്നൊരു ആശയം വന്നത്. അതുമല്ല, നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു മഡ് ക്രാബിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാവോ അങ്ങനെ. അപ്പോൾ ആൾക്കാരാണ് ശരിക്കും ഒരു സീഡ്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ കാണുന്നതായാലും പുറമേയുള്ള കർഷകരായാലും ഒരു സീഡ്, പ്രേക്ഷകരായാലും നമ്മളിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് അല്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കണം എന്നൊരു ഇത് ഇട്ട് തന്നത് അവരാണ്. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 1 മാസം ജാനുവരി നമ്മൾ ട്രയൽ റൺ അടിച്ചു, അല്ലെങ്കിൽ റിസർച്ച് ചെയ്തു, സക്സസ് ആയി. ഫെബ്രുവരി ആകുമ്പോഴേക്കും നമുക്ക് 10 മാർച്ച് ആകുമ്പോഴേക്കും 100 ഏകദേശം 400ഓളം മഡ് ക്രാബ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ ചെയ്തു വരുന്ന സക്സസ് ആയ കാര്യം എക്സ്റ്റൻഷൻ വർക്കിലൂടെ. അതാണ് നമ്മളെ ഒരു കോഴ്സാണ് ഫിഷറീസ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇത് അഞ്ചാമത്തെ ബാച്ച് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. 6ാമത്തെ ബാച്ച് മഡ് ക്രാബ് മാത്രമല്ല, നമ്മൾ ഓൾറെഡി അതിന് മുന്നേ വരാലിന്റെ ബ്രീഡിങ് നമ്മൾ ചെയ്ത് സക്സസ് ആയിട്ട് അപ്പോൾ ഫാമേഴ്സിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹോർമോൺ കുത്തിയിട്ട് എങ്ങനെയാണ് ബ്രീഡ് ചെയ്യുക, പിന്നെ ബീഡ് ഫിൽറ്റർ, GS ക്യാമ്പിന്റെ ക്ലാസ് 29-ാം തീയതി അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാത്തിലുപരി നമ്മുടെ യൂണിവേഴ്സിറ്റി എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്തു, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻക്യുബേഷൻ, നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റ് ചെയ്തു. അവിടെ നമുക്കൊരു ഓഫീസ് റൂം ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ അണ്ടറിൽ തന്നെ BACയിൽ വരുന്ന ഒരു റൂം നമുക്കായിട്ട് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ക്ലാസ് എടുക്കാനും നമ്മുടെ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യാനായാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ നമ്മളിപ്പോൾ പുതിയ പരീക്ഷണം എന്ന് പറഞ്ഞാൽ റീസർക്കുലേറ്ററി അക്വാകൾച്ചറിൽ ട്രാവൽ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. അത് മിനറൽ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. കുറെ ആളുകൾക്ക് അത് താല്പര്യമുണ്ട്. ഇത് കാണുന്നൊരു വീട്ടമ്മയായാലും അല്ലെങ്കിൽ പുതിയൊരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾ കുറേ പേര് +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ജോലി ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ജോലി കിട്ടാതെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. നമുക്ക്
ഗവൺമെന്റ് സ്കീമുകൾ കുറെയൊക്കെ അവൈലബിൾ ആണ്. കുറെ പേർക്ക് അതിനെ പറ്റിയൊന്നും ധാരണയില്ല. അതായത് പ്രധാനമന്ത്രി ഇപ്പോഴും ഇപ്പൊ 2025 അത് ആ സ്കീം തീരും. പക്ഷേ അതെ, ജനകീയ JMK അങ്ങനെയുള്ള കുറെ സ്കീംസ് ഉണ്ട്. അതായത് അക്വാകൾച്ചർ ഫാമറിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ സ്കീംസ് അത് മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറെ പേർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. വരുമാന മാർഗമാണ് അതാണ്. പ്രശാന്ത് നായർ IAS സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ കാണുന്നുണ്ടായിരുന്നു. ഓടിയിലും ബെൻസിനും വരെ വന്നിറങ്ങുന്ന കർഷകർ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുണ്ട്, പഞ്ചാബിൽ മാത്രമല്ല. അപ്പൊ അങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കൃഷി മാറുന്നു. കൃഷി മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവർക്കെല്ലാം ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം, ഫാം സ്റ്റാർട്ട് ചെയ്യാം. അതിനൊക്കെ നമ്മൾ കുറെ ബെനിഫിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എല്ലാം സക്സസ് ആണെന്ന് നമ്മൾ പറയുന്നില്ല. കുറെ ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഫെയിലിയേഴ്സ് നടക്കുന്നുണ്ട്. ഇപ്പോഴും 100% സക്സസ്ഫുൾ ആണെന്ന് പറയുന്നില്ല. ചെയ്ത് നോക്കിയാൽ അതിന്റെ ഡ്രോബാക്സ് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു. ബൈ.